ഗൈസ് എന്താ ലുക്ക് നോക്കിയ കളിച്ചിന്റെ ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. തീയയില് പാല് ഒഴുകി വരുന്ന പോലെ. കിടിലൻ ഫുഡ് ഞാൻ കഴിച്ചത് 3 പൂരി 3 ഇഡ്ഡലി. ഷോന്റെ മോനെ ലുക്ക് വിചാരിച്ചിട്ടില്ല വന്നത്. കഴിച്ച് നോക്കിയേ ഫുൾ കോട பண்ண முடியாது சுத்தி தான் போகணும். ഓ ഫുള്ള് കണ്ണ് ഫുള്ള് പച്ച കളറായി. ചർച്ച് മേഘമല ചർച്ച് കേട്ടോ. അമ്പലം ചെറിയ വീട് സ്കൂളിൽ പോകുന്ന ഇവിടുത്തെ വ്യൂ നോക്കി നിങ്ങള്. എന്താ ലുക്ക് തട്ട് തട്ടായിട്ട് കറക്റ്റ് അളവെടുത്ത് മുറിച്ച് എടുത്ത പോലത്തെ തേയിലത്തോട്ടങ്ങൾ. മേഘമല ബെസ്റ്റ് ചോയ്സ്. ഫുള്ള് ഓൾഡ് മോഡൽ വീട് കേട്ടോ. ഫുള്ള് ഓൾഡ് മോഡൽ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എൻട്രി ഇല്ലാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ 1 2 3 തട്ട് ഇങ്ങനെ ബാക്കോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങനെയൊന്നും ഇല്ലാലോ. ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ടോപ്പാട്ടോ വീട്. എൻ്റെ മോനെ ഇതിലും തണുപ്പ് എന്തായാലും ഇറങ്ങൂലേ. ഫുള്ള് മഞ്ഞാട്ടോ. ഇതൊക്കെ ഒരു കാഴ്ച കാണിച്ചാലേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോ. തേയിലത്തോട്ടം, അതിൻ്റെ ഇടയ്ക്ക് പാറ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയേ ചെറിയ പാല് ഒഴുകി വരുന്ന പോലെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ. താഴെ അതിനൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആടുന്ന വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. കറക്റ്റ് വൈറ്റ് കളർ പാൽ തന്നെ കേട്ടോ. ഒന്ന് ഈ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയില്ല കേട്ടോ. ഇത് നോക്കി ഇവിടെ വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മേ ഭയങ്കര തണുപ്പാടാ ഗൈസ്. അവിടുത്തെ വ്യൂസൊക്കെ നോക്കിയേ. എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല. പക്ഷേ ആൾക്കാരൊക്കെ ഇല പറിക്കുന്നുണ്ടോ. കട്ട് ചെയ്ത് അതിലിടും. ആ കത്തീൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു മുറം പോലെ സംഭവം ഉണ്ടാവും. അതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് അത് മുറത്തിൽ കൂടി വരുമ്പോൾ അത് കൂടുതലാകുമ്പോൾ ചാക്കിലെടുത്തിടും. തേയില തോട്ടത്തിലെ നടുക്കേ കൂടി വെള്ളം വരുന്ന നോക്കിയേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിയേ നമ്മളെ ഹൈവേ റിവർ ലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈവേ ലേക്കിൻ്റെ അടുത്ത് എത്താനായി. ഹൈവേ എസ്റ്റേറ്റാണ് ഇതൊക്കെ. പക്ഷേ ഒരു സെക്കൻഡ് 1 2 3 നോക്കിയേ ഡാം ഗൈസ്. നമ്മളിവിടെ എത്തി. അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ. നമുക്ക് നോക്കാം, വേറെ വഴി സംഘടിപ്പിക്കാം. സാപ്പിടക്ക് ഗൈസ് ഫുഡ് കഴിച്ചു കേട്ടോ. കിഡിലെ ഫുഡ്, ചട്നി, സാമ്പാർ, വാജിക്കറി, ഓക്കെ കിഡിലെ ഫുഡ്. ഞാൻ കഴിച്ചത് 3 പൂരി 3 ഇഡ്ഡലിയും. കുറച്ചും കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു. ആണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. അതുകൊണ്ട് നമ്മളെ കാര്യമൊന്നും നടക്കില്ല. ഡാം നമ്മൾ നേരത്തെ കണ്ട ഡാം ഇവിടെ എത്തി. ഓക്കെ ഗൈസ്, അവിടെയൊക്കെ കുറേ വീടുണ്ട് കേട്ടോ. എന്താ പറയുക, ആദ്യമായിട്ടും വീടുണ്ടെങ്കിൽ ഇതുണ്ടോ. അങ്ങോട്ടേക്ക് വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ബസ് പോകുന്നുണ്ടോ, സ്കൂൾ ബസ് മഞ്ഞ കളറ്. ഇതോ അതിലേ കൂടി. ഷോൻ്റെ മോനെ സീന് സ്ഥലമാണ് കഴിച്ചത്. ഇറങ്ങിപ്പോകുന്ന റൂട്ട് കണ്ടോ. അതാ ഇങ്ങനെ പോയി ഇത് അങ്ങനെ പോകണം. നല്ല കുറവാട്ടോ. ആ ഇതാ സ്കൂൾ ബസ്. ഹൈവേ ടൗൺ പഞ്ചായത്ത്. പഴയ ഓൾഡ് മോഡൽ ചർച്ച്. പക്ഷെ ഇത് നോക്കിയേ, നടുക്കൊരു കുറച്ച് മരമൊക്കെ ആയിട്ട് നല്ലൊരു കാമായിട്ടുള്ള പ്ലേസാണ് ഈ മേഘമല. മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ലുക്കും മാറി. എന്തായാലും ഇത്ര ലുക്ക് വിചാരിച്ചിട്ടില്ല വന്നത്. എന്നാലും ഇവിടുത്തെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എന്തായാലും നിങ്ങൾ മേഘമല ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയായാലും വണ്ടിയായാലും ബസ്സായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്ഥലമാണ് മേഘമല ഹോസ്പിറ്റൽ. പണ്ടേത് സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഹോസ്പിറ്റലില്ലേ, ഹോസ്പിറ്റൽ. വണ്ടി നോക്കിയേ, ആംബുലൻസ് വണ്ടി നോക്കിയേ. പണ്ടത്തെ ഏതൊക്കെയോ സിനിമയിലൊക്കെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റല്. ഇതാ ചെറിയൊരു ഹോസ്പിറ്റല്. വോയിസ് ഇവിടുന്ന് ലുക്ക് നോക്കിയേ. ക്യാമറ ഓഫാക്കാനേ പറ്റുന്നില്ല കേട്ടോ.
ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും കാരണം അത്രയും കാണിക്കാനുണ്ട്. നോക്കിയേ, നേരത്തെ കണ്ട ലേക്കിൽ നിന്ന് വെള്ളം ഇതേപോലെ ഇങ്ങനെ ഒഴുകുക കേട്ടോ താഴോട്ടേക്ക്. എന്താ ലുക്ക് ഗൈസ്, നോക്കിയേ ഗൈസ്, മൊത്തം ലേക്കാട്ടോ. ലേക്ക്, തേയിലത്തോട്ടം, അവിടെ നിന്നൊക്കെ മരുന്നടി, ഇത് പറിക്കൽ, മിഷൻ വെച്ചിട്ട് പിന്നെ ലോഡ് എടുക്കാൻ വണ്ടി വരുന്നുണ്ട്. ഇറങ്ങി വരും കേട്ടോ താഴോട്ടേക്ക്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കിയേ, ഇടയ്ക്ക് കൂടി ആ ഒരു ലേക്കൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഫീലാണ്. വീടിൻ്റെ സെറ്റപ്പ് നോക്കിയേ, വീടിന്ന് കാണുമ്പോൾ ഒരു സർക്കസിന് കെട്ടിയ കൂര വലിയുണ്ട്. സർക്കസിന് മുകളിൽ കൂര കിട്ടുമല്ലോ, ഇവിടുന്ന് കാണുമേ. ഊട്ടിയിലും പൊളി സ്ഥലം കേട്ടോ മേഘമല. കഴിഞ്ഞു കേട്ടോ, അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിലേക്ക് കൂടി പോകാൻ പറ്റും. നമ്മൾ വന്ന വഴി ഇതാ, അതിലാണ് ആൾക്കാർ അലക്കുന്നുണ്ടോ, പാർക്ക് ചെയ്യാൻ പാടില്ല. ഗൈസ്, നമ്മൾ ഏകദേശം ടോപ്പിലെത്തിട്ടോ. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. നമ്മൾ അവിടെ ഇല്ല പാലത്തിലെ കൂടിയാണ് വന്നത്. ഇവിടുത്തെ വ്യൂ നോക്കി നമ്മൾ നേരത്തെ കണ്ട വീടൊക്കെ ഇതാ ഇവിടെ. ഞാൻ പറഞ്ഞ സർക്കസ് പോലെ തന്നെ ഒരു ഇല്ല കൂര കണ്ടോ, അതേപോലെ തന്നെ തട്ട് വീട് നോക്കിയ ഗൈസ്. ഇങ്ങനെ മുകളിലേക്ക് വരിയായിട്ട് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഫോഗ് നോക്കിയേ, നമ്മളെ മുമ്പിൽ ഫുൾ ഫോഗ്. ഇതാ താഴെ ഇറങ്ങി വരുന്നുണ്ടോ. ഓ, ഇതാ ഫോഗ് അടിച്ച് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് ഇപ്പോൾ, ഫോഗിൻ്റെ ഉള്ളിൽ കൂടി. ഹായ് ഗൈസ്, നോക്കിയേ ഫുൾ കോടാ. നമ്മൾ സാധാരണ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഊട്ടി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആണ്. ഇങ്ങോട്ട് ആൾക്കാർ കണ്ടില്ല. കണ്ടത് ഒരു ബൈക്കറെ കണ്ടിന് ചായ കുടിക്കുമ്പോൾ, പിന്നെ ഒരു 2-3 ആൾ കാറിലും കഴിഞ്ഞ്. ഒന്നുമില്ല, ഫുള്ള് മഞ്ഞ് നോക്കിയേ ഗൈസ്, ഫുള്ള് കോടാ. ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിപ്പോൾ, ഇപ്പം പോവും ഇല്ല ഗൈസ്, അതാ ഇതിലേക്ക് കൂടി അങ്ങ് പോയി. കിങ് ഫിഷറിനെ കണ്ടു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു നീല കളറ്, നല്ല രസമുണ്ട് അതിനെ കാണാൻ. കട്ടി നീലയായിട്ട്, ഫ്ലൂറസെന്റ് പച്ച എന്നൊക്കെ പറയില്ല, അതേപോലെ ഫ്ലൂറസെന്റ് ഒരു നീല. ഫുള്ള് ഫോഗ് നോക്കിയേ, ഫുൾ കവറായിട്ടോ. നമുക്ക് അപ്പുറത്തൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ഫോഗ് വന്ന് കവറാക്കി. ഇതിൻ്റെ മുകളിൽ, തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ ഫുള്ള് ഫോഗ് വന്ന് കവറാക്കി. ഇവിടെയൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. ഇങ്ങോട്ട് കണ്ടോ, ഫുള്ള് ആകാശം പോലെ കാണുന്നുണ്ട്, അത് ഫുള്ള് ഫോഗാണ്. அந்த பக்கம் போக முடியாது. ரெண்டு இதுதான். வண்டி அந்த போர் வீடு இருக்குல, அங்க அந்த பாருங்க சார், கீழ அங்க நிப்பாட்டிட்டு மேல ஏறணும். ஓகே ஓகே ஓகே. மேல ஃபாரஸ்ட் இருக்காங்க ஒரு ஆளு. இப்போ கொடைக்கானல் போறணும், திரும்பி அந்த வழியா தான் போணும். நம்ம வந்தீங்கல, இன்னும் 100 போய் தான் போணும். ஓ, அப்படி தான் போணும். இது எங்க போகுது இந்த வழி? இது இங்க இருந்து எங்கேயும் போகாது. அல்ல, இந்த வழி ஈ பாயிண்ட் பாக்குறது. இது வந்து ரோடு வந்து இது வரைக்கும் அந்த பாருங்க செக் போஸ்ட் போட்டுருக்கா. அது வரைக்கும் தான். ஓகே ஓகே. பூராமே கேரளா border. ஓகே. அது கேரளாக்கு என்டர் பண்ண முடியாது, சுத்தி தான் போணும். ஃபாரஸ்ட் வண்டி தான் போகும். ஓகே 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 ஓகே. நம்ம வண்டி போகும். ஓகே, சுத்தி தான் போணும். ஓகே. பாயிண்ட் பாக்குறது மேல. அது மட்டும் தான் இருக்கு, இங்க வேற ஒண்ணும் இல்ல பாக்குறது. 6600 அடிக்கு மேல நின்னு பார்க்கலாம் ஈ பாயிண்ட். 6500 அடிக்கு மேல. ஓகே ஓகே ஓகே. அங்க நிப்பாட்டிட்டு மேல விட்டுவாங்க. ஓகே. மேல ஃபாரஸ்ட் இருக்காங்க, ஒரு ஆளுக்கு 30 ரூபாய் டோக்கன். ஓகே. போய்டுவாங்க. ஏன்னா நிம்மதி ஆளுகளே ஃபுல்லா வரும். இங்க இருந்து அங்க வரைக்கும் ஆள் நிக்கும். ஆள் இருக்குமா? இன்னைக்கு ஆளு கம்மியா? இன்னைக்கு கம்மி, இனிமேலே വരും. ലഗേജ് ഒക്കെ സേഫ് ആയിരിക്കും, ഇവിടുന്ന് ആരെടുക്കാനല്ലേ. ഡബിൾ സ്റ്റാൻഡ് ഇട്ടാലേ സേഫ്. ഓക്കെ. പിന്നെ കാറ്റ് അടിക്കുന്ന കാറ്റ് നല്ല തണുപ്പുണ്ട്. മൂന്നാർ 133. അയ്യോ അയ്യോ, ഓരോ വളവ് കഴിയുമ്പോൾ ഓരോ വ്യൂസാ.